എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ 2024 ഫസ്റ്റ് വീഡിയോ ആണ്. വരൂ 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 വരൂ. അപ്പൊ 2024 ഫസ്റ്റ് വീഡിയോ തന്നെ നമുക്കൊരു സ്റ്റുഡിയോ ടൂർ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓൾറെഡി സ്റ്റുഡിയോ ടൂർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്ര അറേഞ്ച് ചെയ്യണേക്കാട്ടിനും മുന്നേ, അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽക്ക് എങ്ങനെയാണ് നമ്മളിത് പണിതെന്നൊക്കെ ഉള്ളത് അസ്വി വ്ളോഗ്സിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട്, കാരണം ഇത്രയും നാൾ ഞാൻ ഒരു പണി തീരാത്ത വീട് പോലെ ഇങ്ങനെ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് ഒതുക്കിയിട്ടില്ല അത് ഇതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഒതുക്കി. ഇതിനപ്പുറത്തേക്ക് ഇനിയൊന്നും ചെയ്യാനില്ല, ഓൾമോസ്റ്റ് ഒക്കെ ഒതുക്കി വെച്ചു. ഇതിന് മീതെ നമ്മൾ ഇനി ഇതിലേക്കൊന്നും മേടിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കുറച്ച് നാളായിട്ടോ ഇതിൽ വർക്ക് ചെയ്യുന്നത്, ഒരു 4 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് കാണാം. മെയിനായിട്ട് ഇപ്പോൾ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ആയിട്ട് കുറച്ചധികം നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസിൻ്റെ സമയത്ത് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു, പക്ഷെ കുറച്ച് വൈകിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇപ്പോഴാണെങ്കിലും ഒരു സെലിബ്രേഷൻ്റെ ടൈമാണല്ലോ. ജാൻ കഴിയണവരൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കണതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ പുൽക്കൂട്, ക്രിസ്മസ് ട്രീ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ക്രാഫ്റ്റ് വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ, ഒരു വെന്റിലേഷന് വേണ്ടിയിട്ട്. പക്ഷെ അത് തുറക്കാറില്ല, എപ്പോഴും AC ഇട്ടിട്ട് തന്നെയാണ്. രാത്രി സമയത്ത് ഷൂട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ AC ഇടാണ്ട് ഇരിക്കാറുള്ളൂ. അതല്ലെങ്കിൽ പകൽ സമയത്ത് നമുക്ക് ഇവിടെ AC ഇടാണ്ട് പറ്റില്ല. ഫാൻ കൊണ്ട് ഒന്നും കാര്യം നടക്കില്ല, അത്രയ്ക്ക് ചൂടാണ്. കാരണം ടെറസിലല്ല, ഇതിൻ്റെ മീതെ എന്ന് പറയുന്നത് ഷീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സ്റ്റുഡിയോയും അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റോറേജും ആണ് ഉള്ളത് കേട്ടോ. ഇത് കൂടാണ്ട് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ സ്റ്റോറേജിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇത് നമ്മുടെ വേസ്റ്റ് ബക്കറ്റ് കൊണ്ടുള്ള ക്രിസ്മസ് ട്രീ. ഇത് കുറേ അധികം പേര് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് നമ്മളൊരു 2-3 വർഷം മുമ്പ് നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാർ ഉണ്ടാക്കണത്. ആ ക്രാഫ്റ്റിന് ശേഷം ഏറ്റവും അധികം പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവുക ഇത്തവണത്തെ ക്രാഫ്റ്റാണ് കേട്ടോ. ഇതാണെങ്കിലും കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വേസ്റ്റ് ബസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഈ ട്രീ ആണ് ഏറ്റവും അധികം പേര് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി. ഇത്തവണ സ്പേസ് ഉള്ള കാരണം നല്ല വിസ്തരിച്ചിട്ട് തന്നെ ഞാൻ ഇമ്മക്കുട്ടിയും കൂടെ പുൽക്കൂടും ഇതൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇഷ്ടം പോലെ പ്ലഗ് ഉണ്ട്. ഞാൻ സ്റ്റുഡിയോ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ആരിടിഞ്ഞുളിഞ്ഞ് വീണ് ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് ശബ്ദങ്ങളൊക്കെ കേൾക്കും. ഇത് സൗണ്ട് പ്രൂഫ് ഒന്നും അല്ല. അപ്പോൾ നമ്മൾ ഷൂട്ട് നിർത്തിയിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ശബ്ദം ഉള്ള വീഡിയോസ് ആണെങ്കിൽ, ചിലതിപ്പോൾ നമ്മൾ വോയിസ് ഓവേഴ്സ് ആയിരിക്കുമല്ലോ, അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കോർണർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. അതല്ലെങ്കിൽ തന്നെ ക്രിസ്മസ് അല്ലേ, അപ്പോൾ ആ രീതിക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ പഴയ ക്രിസ്മസ് ട്രീ ആണ്. ഇത്തവണ നമ്മൾ കുറച്ചും കൂടി ഡെക്കോർസ് ഒക്കെ മേടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് പ്ലെയിൻ വോളാണ്, ഫുൾ വൈറ്റ് തീമാണ് കേട്ടോ. എല്ലാം വൈറ്റിലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബോർഡിൻ്റെ ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതേ കണ്ടോ, നമ്മൾ എത്ര കണ്ടും നല്ല പെയിൻ്റ് അടിച്ചാലും ഇവിടെ അതായത് ബോർഡ് ഓരോ പീസസ് വെച്ച് ജോയിൻ ചെയ്യല്ലേ, അപ്പം ജോയിൻ ചെയ്യണ ഭാഗത്ത് ഇവിടെ ഒരു ക്രാക്ക് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. അത് പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. നമ്മൾ എത്ര നല്ല പെയിൻറ് ചെയ്താലും ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നമ്മുടെ കോൺട്രാക്ടർ പറഞ്ഞത്. അപ്പോൾ അത് ഇരിക്കട്ടെ, കുഴപ്പമില്ല. അപ്പോൾ സ്റ്റുഡിയോ ആയതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല കേട്ടോ. പിന്നെ എന്താ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അടുത്തൊരു ക്രിസ്മസ് ട്രീ ഇമ്മക്കുട്ടി തന്നെ പറയായിരുന്നു, അമ്മ ഒരു 20ഓളം ക്രിസ്മസ് ട്രീ തവണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഇതും ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ഷോർട്സിലാണെങ്കിലും ശരി, റീലിലാണെങ്കിലും ശരി, ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആണ് കേട്ടോ. പക്ഷെ നമ്മളെല്ലാവരും ചെയ്യുമ്പോൾ ഇൻസ്പയർഡ് ആണെങ്കിലും നമ്മൾ അതിൽ നമ്മുടേതായ മാറ്റങ്ങൾ കൊണ്ടുവരല്ലോ. അപ്പോൾ അതിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ടൈറ്റ് ആയിട്ടാണ്, അതുപോലെ തന്നെ കുറച്ച് പോംസ് ഒക്കെ വെച്ചു. അതുപോലെ ഞാൻ ഈ പച്ച സാധനം എക്സ്ട്രാ വയ്ക്കുക ചെയ്തത്. ചിലർ ലൈറ്റ് മാത്രം, ചിലർ പച്ച സാധനം മാത്രം, അങ്ങനെയൊക്കെ മാറ്റി മറിച്ച് അത് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാം കേട്ടോ. ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പ്ലഗ് ഉള്ള കാരണം നമ്മളിവിടെ ഒരു ചെറിയൊരു അറേഞ്ച്മെൻ്റ് എന്നുള്ള രീതിയിൽ ഇതൊരു പഴയൊരു ഓർഗനൈസറാണ് കേട്ടോ. അത് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ കോർണർ ഒരു ഡെക്കോറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാച്ചുറൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ. ഇത്തവണ ഇത് ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ലൈറ്റ് ഇട്ടാൽ ഭംഗി ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതും നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ഇത് ചെയ്തതല്ല, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെക്കണല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പ്ലാന്റ്സ് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്.
ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കണ്ണിനൊരു സന്തോഷമാണല്ലോ എന്നുള്ള രീതിയിൽ. ഇത് സെൽഫ് വാട്ടറിങ് പ്ലാന്റ്സ് എന്നുള്ള രീതി, അങ്ങനത്തെ പോട്ട്സ് ആണ് കേട്ടോ. കാരണം ഇത് തനിയെ ഇങ്ങനെ വെള്ളം ഊറ്റി കുടിക്കാവുന്ന രീതിയിൽ, ഇതിന് താഴെ വെള്ളം ഓൾറെഡി എപ്പോഴും ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നിൽക്കുന്ന വേണം പറയാനായിട്ട്. അപ്പം ഇതാണ് അടുത്ത ഭാഗം. ഇവിടെയാണ് നമ്മൾ മേക്കപ്പും കുറേ സ്കിൻ കെയറും ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ലാസ്റ്റ് ടൈം സ്റ്റുഡിയോ കാണിച്ച സമയത്ത് എല്ലാം ഇങ്ങനെ റാൻഡംലി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിയ വൈറ്റ് ഇങ്ങനെ ബാസ്ക്കറ്റ്സിൻ്റെ അകത്തേക്കാക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഒന്നും പൊടി പിടിക്കില്ല. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു ഷെൽഫ് വെക്കാൻ, എന്ന് വെച്ചാൽ ഒരു അടപ്പൊക്കെ വെക്കായിരുന്നില്ലേന്ന്. ഒന്നാമത് എക്സ്ട്രാ ചിലവാണ്. ഇത് തന്നെ നമ്മുടെ ബഡ്ജറ്റിനെക്കാട്ടിലും മീതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് വേണമല്ലോ. അപ്പോൾ ഇത് മാത്രമല്ല, എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനം ഒരു ഡോറ് വെച്ചാൽ എപ്പോഴും തുറന്നെടുക്കാന്ന് പറഞ്ഞാൽ ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇങ്ങനത്തെ വൈറ്റ് ബാസ്ക്കറ്റ്സ് അതിലേക്ക് ഓരോരോ കാര്യങ്ങളാക്കി മാറ്റി വെച്ചിരിക്കുക. മുകളിൽ നമുക്ക് എന്തായാലും എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പ്രയാസമുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പ്ലാന്റ്സും ഡെക്കോറും ആക്കി വെച്ചിട്ടുണ്ട്, ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കോർണറിൽ നിന്ന് ഷൂട്ട് ചെയ്താലും ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഗോവയിലാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാലും എനിക്ക് ഇങ്ങനെ തൃപ്തി കുറവായിരുന്നു, നമ്മൾ ഫ്ലാറ്റിലേക്ക് മാറണ വരെ. പക്ഷെ അതൊരു ഭയങ്കര സ്പെഷ്യൽ ടൈമാണ് കേട്ടോ. നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ ഒരു പോയിന്റിലേക്ക് എത്തണം. ആ ഒരു പോയിന്റിൽ ഇപ്പോൾ ഒരു സ്പേസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ഒരു 7 വർഷത്തിൻ്റെ ഒരു സ്ട്രഗിളിൽ നിന്ന് കിട്ടിയൊരു സന്തോഷമായിട്ടാണ് ഞാൻ ഈ സ്റ്റുഡിയോനെ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഏറ്റവും താഴെ നമുക്ക് അത്ര അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഷാംപൂ, കണ്ടീഷണേഴ്സ്, അങ്ങനെയൊക്കെയുള്ളത്. അതെന്ന് വെച്ചാൽ കുളിക്കാൻ വേണ്ടി താഴെ കൊണ്ടുപോകുന്ന സാധനങ്ങളാണല്ലോ. അത് കൂടാണ്ട് പിന്നെ ഹെയർ സിറം, അത് അത്യാവശ്യമുള്ളതാണ്. എന്ന് വെച്ചാൽ ദിവസത്തിൽ ഒരു തവണ അങ്ങനെയൊക്കെ വേണ്ടുള്ളൂ. അപ്പോൾ ഒരു തവണ കുനിയാൻ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അതും നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ ആവശ്യം വരുന്നുള്ളൂ. അതിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് എക്സ്ട്രാ ഐറ്റംസ് ഉണ്ട്. കേളപ്സിൻ്റെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേയും അതേപോലെ തന്നെ കേളിംഗ് ക്രീം, അതൊന്നും അത്ര ആവശ്യമില്ല. അപ്പോൾ അതും വേറെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് വരികയാണെങ്കിൽ എഗെയിൻ ഹെയറിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ബോണ്ട് സിറം, അതൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളത്, പക്ഷെ എപ്പോഴൊന്നും ആവശ്യമുള്ളതല്ല. പിന്നെ ബോഡി ഷിമ്മർ, അതേപോലെ തന്നെ എക്സ്ട്രാ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് റിമൂവറാണ് കേട്ടോ, മേക്കപ്പ് റിമൂവർ ഉണ്ട്, കുറച്ച് സിറംസ് ഉണ്ട്, അതൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ബോഡി വാഷ്, പിന്നെ കുറച്ച് ഫേസ് മാസ്കുകൾ, അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. നോക്കുകയാണെങ്കിൽ ഇതിൽ എഗെയിൻ പാർട്ടീഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ 3-4 പാർട്ടീഷൻസ് ഉണ്ട്. ഇതിൽ ഒന്നിലല്ല രണ്ടെണ്ണത്തിൽ മസ്കാര ഉണ്ട്, അത് തരംതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ലാഷ് ഗ്ലൂ ഉണ്ട്. പിന്നെ ഇതിലാണെങ്കിൽ ഐലൈനേഴ്സ് ഉണ്ട്, കാജലുണ്ട്, അത് കളേർഡ് കാജൽസും ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഐലൈനേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലങ്ങനെ ഓരോന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബോക്സിൽ നോക്കുകയാണെങ്കിൽ ലാഷസ് ഉണ്ട്. പിന്നെ ഇതിൽ അത്യാവശ്യം വേണ്ട ഇത് കണ്ണിനകത്ത് വയ്ക്കുന്ന സാധനം കോണ്ടാക്ട് ലെൻസ്, അത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ടതാണ് ഇത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എണീറ്റ് നിന്നിട്ട് തന്നെ എടുക്കാവുന്ന രീതിയിലുള്ള സാധനങ്ങളാണ്. അതായത് ഏറ്റവും അത്യാവശ്യമായിട്ട് എടുക്കേണ്ട സംഗതികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആണ് കേട്ടോ ഇങ്ങനെ തരംതിരിച്ച് വെച്ചിട്ടുള്ളത്. ഇവിടെ മോയ്സ്ചറൈസർ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ സൺസ്ക്രീൻസും ഉണ്ട് കേട്ടോ. അതിങ്ങനെ നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. സ്പ്രേ സൺസ്ക്രീൻസ് ഇവിടെ ആയിട്ടാണ്, അതേപോലെ തന്നെ ഇത് ഞാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻസ് അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മളിങ്ങനെ കുഞ്ഞു ബോക്സസിൽ തരം തിരിച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എല്ലാം കൂടി ഇങ്ങനെ ഡംപ് ചെയ്യല്ല ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ പ്രൈമേഴ്സ് ആണുള്ളത്, ഇതിൽ ഫൗണ്ടേഷൻ, സ്ട്രോബ് ക്രീം, സെറ്റിംഗ് സ്പ്രേ, ഇതിൽ കൺസീലർ ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്, അത്യാവശ്യം വേണ്ടത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നെയിൽസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നെയിൽ റിമൂവർ, നെയിൽ പോളിഷ് റിമൂവർ, കുറച്ച് നെയിൽ പോളിഷ് ഉണ്ട്, അങ്ങനെ ഇയർബഡ്സ്, നെയിൽ കട്ടർ, അങ്ങനെയൊക്കെ കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് ആട്ടോ ഇവിടെ ഉള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കോമ്പാക്ട് പൗഡറും അതേപോലെ തന്നെ ലൂസ് പൗഡേഴ്സും ബ്ലഷും ഒക്കെയാണ് ഉള്ളത്. അതും നമ്മളിങ്ങനെ കുഞ്ഞു ബോക്സസിൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിലിപ്പോൾ 2 ബോക്സസ് ഉണ്ട്. ആ 2 ബോക്സിനകത്ത് പിന്നെയും വേറൊരു ബോക്സ് ഉണ്ട്. അപ്പം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ഇതാണ് മെയിൻ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത്, ലിപ്സ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് നോക്കൂ, 1 2 3 4 5 6 7 8 ബോക്സസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഓൾറെഡി നമുക്ക് ഇങ്ങനെ ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടണതാണ്, അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെയും കുഞ്ഞു കുഞ്ഞു ബോക്സസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് കറക്റ്റ് ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കളർ ഏതാണ്, ബ്രാൻഡ് ഏതാണെന്നൊക്കെ കൃത്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മാക്കിൻ്റെ ലിപ്സ്റ്റിക്സ് ആണ് ഉള്ളത്. അത് മാത്രമേ നമുക്ക് ഇങ്ങനെ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കമത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളറും ഒക്കെ കാണാൻ പറ്റും. ബാക്കിയെല്ലാം ഞാൻ കമത്തി അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഈ മാക്കിൻ്റെ മാത്രമേ നേരെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് കളേഴ്സ് കാണാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ലിപ്സ്റ്റിക് വേണമെങ്കിലും, ഇന്നിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഇതാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇട്ടിരിക്കണത് ഇതേതാണെന്നറിയോ, മെയ്ഡ് ഈസി ഷെയ്ഡാണ്, മെബ്ലിൻ്റെ. അതിൻ്റെ മീതെ വെനൈൽ ഇങ്ക് വിറ്റി ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മീതെ ഒരു ഗ്ലോസും കൂടി ഇട്ടിട്ടുണ്ട്. ആ ഗ്ലോസ് എവിടെ, ഇതാ LA ഗേളുടെ ഗ്ലോസ് ഇട്ടിട്ടുണ്ട്. ഇത്ര മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ ലിപ്സ്റ്റിക്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിലാണ് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യണതാണ് കേട്ടോ. ഒരു മനുഷ്യന് ഇത്രയ്ക്ക് പോയിട്ട് ഇതിൻ്റെ പകുതിയുടെ പോയിട്ട് 1/4 ഭാഗത്തിൻ്റെ ആവശ്യം പോലും ഇല്ല. അങ്ങനെ വിചാരിക്കുക ചെയ്യരുത് കേട്ടോ. ഒരു 3 ലിപ്സ്റ്റിക്ക് 4 ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആവശ്യത്തിലധികമാണ്. പക്ഷെ നമ്മുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ കാണുമ്പോൾ വിചാരിക്കരുത് നമുക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്നും വിചാരിക്കരുത്. അതുപോലെ തന്നെ അയ്യോ ഇതുള്ളത് എന്തൊരു ഭാഗ്യ. ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഉള്ളതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഗ്രേറ്റ്ഫുൾ ആണ്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ജോലിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇതൊന്നും സാധാരണ നമുക്ക് ആവശ്യം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മേക്കപ്പിന് വേണ്ട കുറച്ച് സാധനങ്ങൾ അത് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഇവിടേക്ക് എന്ന് പറയണത് കുറച്ച് എനിക്ക് എത്തി വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ആവശ്യമില്ല, എന്നാൽ ആവശ്യമുണ്ട്. അങ്ങനത്തെ സംഗതികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഐ ഷാഡോസ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഐ ഷാഡോസ് പിന്നെ നമുക്ക് പാർട്ടീഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതിനകത്തുനിന്നൊരു 4-5 എണ്ണമാണ് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് വീഡിയോസിനനുസരിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കുട്ടി ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഐ ഷാഡോ സ്റ്റിക്സും അതേപോലെ തന്നെ കോൺടോർ സ്റ്റിക്സും അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതിൽ കുറച്ച്, അതായത് PR വന്നിട്ടില്ല, ഇനി നമുക്ക് വീഡിയോസിൽ കാണിക്കേണ്ട 1-2 സംഗതികൾ അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. പിന്നെ ഇതിനകത്താണ് നമ്മൾ ബ്രഷസും അതേപോലെ തന്നെ ചീർപ്പും ഒക്കെ വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, ഇങ്ങനത്തെ കുഞ്ഞു ബോക്സസിലാണ് കേട്ടോ പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ചീർപ്പും എടുത്തപ്പോൾ നീങ്ങിപ്പോ. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുത്താൽ അതേപോലെ തന്നെ വെക്കാൻ പറ്റും. ചീർപ്പുകളെല്ലാം ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്, ഫേസ് ബ്രഷസ് ഒരു ബോക്സിൽ, പിന്നെ അതുപോലെ ഐ ഷാഡോ ബ്രഷസ് വേറെ ബോക്സിൽ, പ്ലക്കേഴ്സ് ഒക്കെ ഇല്ലേ, ഐബ്രോ പ്ലക്കേഴ്സ്, അങ്ങനത്തെ അങ്ങനെ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സംഗതികളെല്ലാം എടുക്കാൻ എളുപ്പമുണ്ട്. ഇവിടേക്ക് വെച്ചാലും അങ്ങനെ അത്ര പാടില്ല കേട്ടോ, ബുദ്ധിമുട്ടില്ല. ഇനി ഇതാ മൈദയ്ക്ക് പോവാം. ഇതൊക്കെ നമുക്ക് പൊക്കിയെടുക്കണം കേട്ടോ. പക്ഷെ എനിക്ക് വേണ്ട സംഗതികൾ ഇപ്പം എവിടെ ഇരിക്കണേന്ന് അറിയാവുന്നതാണ്, എനിക്ക് ഇങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് മേക്കപ്പ് റിമൂവേഴ്സ് ആണ് കേട്ടോ. വൈപ്സും അതേപോലെ തന്നെ ഇങ്ങനത്തെ പാഡ്സ്, പിന്നെ ഇങ്ങനത്തത്, പിന്നെ ഫേസ് മസാജർ, അങ്ങനത്തെ ഒക്കെ കേട്ടോ. കണ്ടോ ശബ്ദം കേൾക്കണേ, ഫേസ് വാഷ് ചെയ്യാനും അങ്ങനെയൊക്കെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ടിഷ്യൂ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ വർഷത്തെ കാലണ്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ഹെവി ആട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ബോഡി വാഷ് ഉണ്ട്, അതേപോലെ തന്നെ ബോഡി ക്രീംസ് ഒക്കെയാണ് കേട്ടോ ഇതിലുള്ളത്. ഇതും സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഡിയോസും ഇതിൽ വെച്ചിട്ടുണ്ട്. ഈശ്വര, ഇത് ഇത്തിരി കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മീതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും വെച്ചാലും നമുക്ക് എടുക്കാൻ നിവർത്തി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഡെക്കോർ എന്നുള്ള രീതിയിൽ വെച്ചു എന്നേ ഉള്ളൂ. ഇതെനിക്ക് നല്ല കൺവീനിയൻ്റ് ആണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നമ്മൾ ഡോറ് വെക്കണേക്കാളിനും നല്ല എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. സംഗതികളെല്ലാം നമുക്ക് പെട്ടെന്ന് എടുക്കാം. അതും കണ്ണാടി നോക്കിയിട്ടൊക്കെ റെഡി ആവണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ മിററിലേക്ക് ക്യാമറ വെക്കും. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് എളുപ്പം. ഇനി അടുത്ത ഭാഗം ഇതാണ്. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഇത്ര കാര്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്, ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്, ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്, ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഇത് ഫേജ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ. ഈ കാൻഡിലും പിന്നെ ഇതും ഈ സംഗതിയൊക്കെ അപ്പോൾ ഒരു ക്രിസ്മസ് ഡെക്കോർ ഒരു
ടേബിൾ പോലെ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഷെൽഫ് വിക്കി ഫർണിച്ചറിൻ്റെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പൊട്ടയാട്ടോ ഇത് മേടിക്കണ്ട, ഇത് കഷ്ടി 1 വർഷം അത്രേ ലാസ്റ്റ് ചെയ്യുള്ളൂ, അതല്ലെങ്കിൽ ഒട്ടും വെയിറ്റുള്ള സാധനങ്ങളൊന്നും വെക്കരുത്. അങ്ങനെയല്ലല്ലോ, നമ്മൾ എന്തായാലും ഇങ്ങനത്തെ ഷെൽഫ് മേടിക്കുന്ന കുറച്ച് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതിൽ പോയിന്റ് ഇല്ല. ഇനി അതല്ലെങ്കിൽ നമ്മൾ കേട് വരുമ്പോൾ അതിനനുസരിച്ച് കാർപ്പൻ്ററിനെയൊക്കെ വിളിച്ച് അവർക്ക് തന്നെ ശരിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് അടർന്ന് വരികയാണ് ചെയ്യണത്. അപ്പം ഞാൻ ഇതിൽ കാര്യമായിട്ട് അങ്ങനെ എപ്പോഴും പോയിട്ട് അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെ ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിൽ ഫസ്റ്റ് ഷെൽഫിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെയറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഉള്ളത്. ഇങ്ങനത്തെ ബണ്ണൊക്കെ ഉണ്ടല്ലോ, എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ഹെയർ ബാൻഡ്സ്, അതുപോലെ തന്നെ കുറേ പൂക്കൾ തലയിൽ വെക്കാനുള്ള സാധനങ്ങൾ, പിന്നെ ഇതാ ഡോണട്ട്സ് ഉണ്ട്, പിന്നെ ഇങ്ങനെ മുടി ചുരുട്ടി വെക്കുന്ന സാധനങ്ങൾ, ബോ, പിന്നെ ഇങ്ങനത്തെ കുറേ ഹെയർ ബാൻഡ്സ്, ഹെയർ ടൈസും, പിന്നെ ഇതങ്ങനെ മുടി പൊക്കി വെക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലിങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഷെൽഫ്. ഇതാണ് നമ്മൾ പിന്നെയും ഉപയോഗിക്കണത്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയുക, നമ്മൾ ഫുള്ളായിട്ട് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അതേപോലെ പോവില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ലേസുകൾ, കുറേയൊക്കെ ലേസ് നമ്മൾ സ്റ്റോറേജിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം വേണ്ടത് മാത്രം. ഇപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് സീരീസിന് വേണ്ടിയിട്ട് കുറച്ച് ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ലേസും കുറച്ച് ലൈനിങ് തുണി ഞാൻ കുറച്ചെണ്ണം മേടിച്ച് ഇങ്ങനെ വെക്കും കേട്ടോ. കാരണം തുന്നണേനനുസരിച്ച് അപ്പം പോയി മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാം. അപ്പം ഇങ്ങനത്തെ കുറച്ച് ലേസുകൾ, ഇങ്ങനെ ഹാങ്ങിങ്സ്, പിന്നെ ഇതുണ്ടല്ലോ ബക്രം, അതേപോലെ തന്നെ ഇലാസ്റ്റിക്, അങ്ങനത്തെ കുറച്ച് സംഗതികൾ കേട്ടോ. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ ആ പേൾ ഇതുണ്ടാവില്ലേ, അത് അറ്റാച്ച് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ അറ്റാച്ച് ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ല, ഒന്നും കൂടി ഇരുന്ന് നോക്കണം അതെങ്ങനെയാണ്. അങ്ങനത്തെ മെഷീനാണ് പേൾ അറ്റാച്ച് ചെയ്യണത്. മുത്തുകളൊക്കെ ഡ്രസ്സിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന സാധനമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഉന്തി തള്ളി കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ടാസ്ക്കാണ്. ഇതിൽ 2 റാക്ക് ഇങ്ങനെയാണ്, അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ കുറച്ച് മാത്രം തുറന്നിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊന്നും വെക്കാത്തത്. വല്ലപ്പോഴും മാത്രമാണല്ലോ നമ്മൾ അങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇപ്പോൾ മാസം ഒരു 4 എണ്ണം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് എനിക്ക് മാറ്റാൻ മനസ്സ് വരുന്നില്ല. കാരണം നമ്മളിത് മേടിച്ചിട്ട് ഒരു 1.5 വർഷമായിട്ടുള്ളൂ. പിന്നെ ഇത് മേടിച്ച സമയത്ത് 6000 രൂപയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആരും ഇങ്ങനത്തെ മേടിക്കണമെങ്കിൽ ഇതിൻ്റെ തന്നെ ഇപ്പം ആമസോണിൽ അവൈലബിൾ ആണ് 10000 രൂപയ്ക്ക്. അതല്ലെങ്കിൽ ഐക്കിയയുടെ മേടിച്ചാൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. പക്ഷെ ഐക്കിയയുടെ എഗെയിൻ കുറേ കൂടി എക്സ്പെൻസീവാണ്, 15 or 20 ഉണ്ട്. അങ്ങനെ അടുത്ത റാക്ക്, ഈ റാക്ക് അങ്ങനെ കുഴപ്പമില്ലാത്തൊരു റാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ആക്രി സാധനങ്ങളാണ്. ഇങ്ങനത്തെ ജൂട്ട് ത്രെഡും, പിന്നെ അതുപോലെ കമ്പികൾ, പിന്നെ കമ്മലിൻ്റെ കുറച്ച് സാധനങ്ങൾ, കത്രിക, ഡബിൾ സൈഡ് ടേപ്പ്, പിന്നെ സെലോ ടേപ്പ്, പിന്നെ കുറച്ച് ബ്രഷസ്, തുന്നുന്ന കുറച്ച് സാധനങ്ങൾ, പെയിൻറ്റ്, അത്യാവശ്യം വേണ്ടത് മാത്രം. ബാക്കി കുറേയൊക്കെ സ്റ്റോറേജിലാണല്ലേ. എടാ ഇതിന് പ്രശ്നമില്ല, ഇത് പ്രശ്നമാണ്. ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇത് തുറക്കാറേ ഇല്ല കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ ഇതിനകത്ത് ഗിവ് അവേക്ക് വേണ്ട സാധനങ്ങളാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചിട്ടിരുന്നതാണ്. ഇത് ഇത്രയും ഗിവ് അവേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇനി ഒരെണ്ണത്തിലൊരു 6 പ്രോഡക്ട്സ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് നമുക്കിനി അയക്കണം. എനിക്ക് ആകെ 10-15 പേര് അഡ്രസ്സ് ഇതുവരെയും കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ പ്ലീസ് എനിക്ക് അഡ്രസ്സ് അയച്ചു തരണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞു. അതിങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. കൂടുതൽ എനിക്ക് തുറക്കാനും പേടിയാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ അടർന്നു വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രശ്നം. അത് നമ്മൾ എത്ര ഇതാക്കിയാലും ശരിയാവില്ല. വെയിറ്റ് കൂടുതലൊന്നും കൂടിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ലാസ്റ്റത്തേൽ നോക്കുകയാണെങ്കിൽ എൻ്റെ നെയിൽസാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന നെയിൽസ് ഇത് ആമസോണിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇത് നെയിൽസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതും നെയിൽസും ഒക്കെ എല്ലാം കൂടിയിട്ട് ഇതിലാണ് കേട്ടോ വെക്കണത്. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ ക്ലച്ച് ക്ലിപ്സ് അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലിങ്ങനെ കുറച്ച് കണിക്കേണ്ട സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് സൺസ്ക്രീൻ ടാബ്ലറ്റ് ആണ്. 1-2 തവണയായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ അത് മറക്കും, പിന്നെ യൂസ് ചെയ്തിട്ടില്ല. പൊട്ടടാ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഷെൽഫ്. ഇത്തിരി കേട് വന്ന ഷെൽഫാണ്, പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു കോർണർ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുറേ സമയം ഇവിടെ ചിലവഴിക്കുന്നതാണ്. ഇവിടെ ഇത് ഫേക്ക് പ്ലാന്റ് ആണ് കേട്ടോ, പക്ഷെ ഇത് റിയലാണ്.
ഇത് എത്ര നാൾ ഇങ്ങനെ നിൽക്കും നമുക്കറിയില്ല. പിന്നെ ഇത് കണ്ടോ ഈ വുഡൻ ഈ സംഗതി, ഇത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. എല്ലാം ഇങ്ങനെ ഇതിൻ്റെ മീതെ വെക്കുമ്പോൾ ഒരു നാച്ചുറൽ ലുക്കാണല്ലോ, അപ്പോൾ അതിന് വേണ്ടി വെച്ചാൽ ഇത് മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തലയിൽ ആദ്യം നമ്മൾ അലോവേറ പ്ലാന്റ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, അത് പോയി ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അത് ഫുള്ളായിട്ട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വെച്ചിട്ടുണ്ട്, സർവൈവ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു, നോക്കാം. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ സൂയിങ് മെഷീൻ. ഇത് ഉഷയുടെ ആണ് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന സിംഗറിൻ്റെ ആണ്, അത് നമ്മൾ സ്റ്റോറേജിലേക്ക് വെച്ചിരിക്കുക. അതുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ശരിക്കും സിംഗറിന് പറ്റിയിട്ടുള്ള എക്സ്റ്റൻഷൻ ടേബിളാണ് ഇത്. പക്ഷെ പിന്നെ ഞാൻ അത് വേറെ മേടിച്ചില്ല. ഇതിന് ഉഷയ്ക്ക് ഞാനിപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യണം. ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്, വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്, ഒക്കെ ഒരു വൈറ്റ് തീമാണ്. ഈ ടേബിൾ ആമസോണിൽ നിന്ന് ഫുൾ വൈറ്റാണ്. പക്ഷെ ഒരു തുണിയൊന്നും വിരിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ അഴുക്കാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മീതൊരു ഫറു ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു തുണി വിരിച്ചിട്ടുണ്ട്. ഇത് ഐക്കയുടെ ചെയറാണ് കേട്ടോ. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മളൊരു ജസ്റ്റ് ഒരു ബോക്സ് മേടിച്ചിട്ട്, ഇത് ആമസോണിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇതാണ് നമ്മൾ മേക്കപ്പ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ ഏറ്റവും അധികം യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് തുന്നണ സമയത്ത് ഫോണിൽ എന്തെങ്കിലും കാണണമെങ്കിൽ ഇങ്ങനെ വെക്കും. പിന്നെ നൂലുകളെല്ലാം ഇവിടെ. ഈ റാക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളും അതേപോലെ തന്നെ എക്സ്ട്രാ കുറച്ച് പൗച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അപ്പം അധികം കാണിക്കാൻ മാത്രം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താ വാച്ചസ്, ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വാച്ചാണ് കേട്ടോ. ഇതും ഇപ്പം ഞാൻ കെട്ടിയിരിക്കുന്ന വാച്ചും ഇത്രയാണ് ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനത്തെ പാർട്ടീഷൻ ഉള്ളത്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് യൂപിൻസ് ഉണ്ട്. ഇത് സാധാരണ ഇർക്കിലി സ്ലൈഡ്, സൂചി, കുറച്ച് ബോസ്, ബൺസ്, ഇത് സാരി ക്ലിപ്പാണ്, ഹെയർ ടൈസ്, കളേർഡ് ആയിട്ടുള്ള ഇർക്കിലി സ്ലൈഡ്, അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് പാർട്ടീഷൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന കാരണം നല്ലതാണ്. നമുക്ക് നോക്കിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇവിടെ പൊട്ടുകളെല്ലാം ഒരു പാക്കിൽ, ലട്കൻസ്, അങ്ങനെ ഹെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനെയൊക്കെ ഇത് ഇട്ടിട്ടുണ്ട്. കുറച്ച് പാഡ്, സാനിറ്ററി നാപ്കിൻ, മെൻസ്ട്രൽ കപ്പ്, അങ്ങനത്തെ എക്സ്ട്രാ ഉള്ള സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കേട്ടോ, കുറച്ച് ആക്രി സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെയും നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്. പിന്നെ ഇതേ ടേബിൾ തന്നെയാണ് കേട്ടോ ഇത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ഇരുന്ന് ചെയ്യേണ്ട, എസ്പെഷ്യലി സ്പോൺസർഡ് വീഡിയോസ് ഒക്കെ വരുമല്ലോ, ആ സമയത്ത് ഇരുന്ന് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ചെയർ ഇട്ട് ഈ ടേബിൾ എവിടേക്കാ മിക്കവാറും ആ സൈഡിലേക്ക് മാറ്റിയിടും. അപ്പം അങ്ങനെ ഇരുന്ന് ഇവിടെ മേക്കപ്പ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചിറ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്തായാലും ഒരു ടേബിളിൻ്റെ ആവശ്യം വരാറുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതനുസരിച്ച് മാറ്റി ഇട്ടിട്ട് നമ്മൾ ചെയ്യും കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഈ ഒരു സ്ഥാനത്തേക്ക് കിടക്കുള്ളൂ എന്നുള്ളതില്ല, നമ്മൾ മാറ്റി മറിച്ചൊക്കെ ഇട്ട് അതിനനുസരിച്ച് ചെയ്യും. റീത്ത് ഉണ്ട്, ക്രിസ്മസ് റീത്ത്. ആ റീത്തല്ല കേട്ടോ, ഇതിനങ്ങനെയാണ് പറയുക, ക്രിസ്മസ് റീത്ത് എന്നാണ് പറയുക. ഇത് നമ്മൾ കഴിഞ്ഞ മുന്നിലത്തെ വർഷം ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ 2-3 തവണ ഉണ്ടാക്കുന്ന വീഡിയോസ് ചെയ്തിട്ടുള്ള കാരണമാണ് ഈ വർഷം ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് പ്ലാന്റ്സ്, 2 പ്ലാന്റ്സും ഉണ്ട്, അതേപോലെ ഒരു ഭരണി ഉണ്ട്. ഈ ഭരണി ഉണ്ടല്ലോ നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് ഇഷ്ടംപോലെ കാണും വഴിയോരത്ത്, ഭയങ്കര വിലക്കുറവിൽ കിട്ടും ആ സമയത്ത്. അതും ഈ ഓണം കഴിയുന്ന സമയത്തൊക്കെ മേടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല വിലക്കുറവിൽ കിട്ടും. അപ്പോൾ ഇത് നല്ലതാട്ടോ. അതിങ്ങനെ വെറുതെ ഒരു ഡെക്കോറിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഇങ്ങനെയാണ് കെട്ടണമെന്നൊക്കെ ഉള്ളത്. 2 ബോംബൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു ക്രിസ്മസ് വാതിൽ, അങ്ങനെ നല്ല ഭംഗിയാക്കി നമ്മൾ വാതിലിനെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇത് അടയ്ക്കാനും തുറക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും. കുറേ പേര് പുറത്തേക്കാണ് ചെയ്യുക. ഈ സ്റ്റുഡിയോൻ്റെ പുറം ഭാഗം എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നോട് ചോദിക്കുകയും ചെയ്യരുത്. അത് നല്ല അലമ്പാണ് കേട്ടോ. ഉള്ളിൽ നമ്മളിങ്ങനെ ഭയങ്കര കാര്യമായിട്ട് വെക്കണമെന്നേ ഉള്ളൂ. പുറത്തൊക്കെ ഇപ്പോഴും ഇങ്ങനെ കറവറാന്നൊക്കെ കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ വൈറ്റ് വേറെ മേടിക്കാൻ, ഞാൻ അങ്ങനെ വൈറ്റ് കണ്ടിട്ടില്ല കേട്ടോ. അത് മാത്രമല്ല നമുക്ക് എല്ലാം അപ്പോൾ അങ്ങനെ വൈറ്റുമായിട്ട് മേടിക്കാൻ കുറേ ചിലവല്ലേ. അപ്പം അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു വുഡൻ തീം വന്നാലും കുഴപ്പമില്ലല്ലോ, ഭംഗിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതാവട്ടെ വിചാരിച്ചു. ഇവിടെ നമ്മുടെ സ്റ്റീമർ ഉണ്ട്, അയൺ ബോക്സ്, നമുക്ക് അത്യാവശ്യം ഷൂട്ടിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ. ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ളതും ക്രിസ്മസ് കഴിഞ്ഞല്ലോ, എന്തായാലും ന്യൂ ഇയർ ഗ്ലിറ്ററി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് അതാണ് ഇവിടെ തൂക്കിയിട്ടിട്ടുള്ളത്. പിന്നെ അതിന് വേണ്ടി സ്റ്റൈൽ ചെയ്യേണ്ട ബാഗ്സ്, അങ്ങനെ അതായത് ഷൂട്ടിന് വേണ്ട സാധനങ്ങൾ മാത്രമേ ഇവിടെ വയ്ക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി നമ്മൾ ഇവിടേക്ക് സ്റ്റോറേജിലേക്ക് കൊണ്ടുപോകും. പിന്നെ പിറ്റേ ദിവസം ആണെങ്കിൽ എന്താ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവുക ഈ 2 സംഗതികളാണ്, സ്റ്റീമറും അയൺ ബോക്സും. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ബൂട്ട്സും അതേപോലെ തന്നെ ഹീൽസും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ്. പിന്നെ ഇത് നമുക്ക് അടുത്ത ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ചിന് വേണ്ട ബ്ലാക്ക് സാരിയും അതേപോലെ തന്നെ തുണിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ട്.
പിന്നെ ഇതൊരു ലാമ്പ്, അത് നമ്മൾ സൈഡിൽ ജസ്റ്റ് ഒരു ഡെക്കോറിന് വേണ്ടിയിട്ടൊക്കെ വെക്കാൻ. ഇതും നമ്മൾ മാറ്റി മറിച്ചൊക്കെ വെക്കും കേട്ടോ, ഇവിടെ തന്നെ വെക്കുള്ളൂ അങ്ങനെയില്ല. ഇതിപ്പോൾ ഇപ്പം തൽക്കാലം ഇവിടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫാൻ, അപ്പോൾ പുതിയത് മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ, നമ്മൾ വൈറ്റ് തീമിൽ തന്നെ ഇതാക്കിയിട്ടുള്ള ഫാൻ. ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു വൈകിട്ട് സമയമൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ AC ഇടാണ്ട്, അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് നല്ല ബില്ല് വരും കേട്ടോ. പക്ഷെ അതല്ലാണ്ട് നമുക്ക് നിവർത്തിയില്ല. പിന്നെ മേക്കപ്പ് ഒക്കെ ഷൂട്ട് ചെയ്യണ കാരണം നമുക്ക് AC ഇട്ടില്ലെങ്കിൽ ഫുള്ള് വേർത്തൊലിക്കും. അപ്പം അതുകൊണ്ട് ഫാൻ നമ്മൾ വൈകിട്ട് രാത്രി സമയത്തൊക്കെ ഞാൻ വന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഫാൻ യൂസ് ചെയ്യണത് കേട്ടോ. പിന്നെ മുടി വറക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ വയ്ക്കുക. അപ്പോൾ ഇത് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇത്തിരി നീക്കുക. പിന്നെ എൻ്റെ വേസ്റ്റ് ബാസ്ക്കറ്റ് അതും വൈറ്റാണ് കേട്ടോ, ഇത് അയക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ തൽക്കാലത്തേക്ക് വെറുതെ ഷൂട്ടിന് വേണ്ട മാത്രം ഉള്ള ആക്സസറീസ് ഇതിൽ വെക്കും, ചുമ്മാ ഒരു ഭംഗിക്ക്. പിന്നെ ഈ അടുത്ത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതിലും ഈ പറഞ്ഞ പോലെ ഇതിലൊക്കെ എൻ്റെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ, സ്ലിപ്സും ലൈക്ക് അണ്ടർ ഗാർമെൻസും, പിന്നെ ഇതാ ഇങ്ങനത്തെ ഇപ്പോൾ ഈ അടുത്ത് നമ്മളൊരു സോക്സ് പോലത്തെ സ്റ്റോക്കിങ്സിൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. 4 എണ്ണത്തിലും അത് തന്നെയാണ് കേട്ടുള്ളത്. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിലും ആക്സസറീസും കാര്യങ്ങളാണുള്ളത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തുറന്നങ്ങ് വെക്കാം, ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഒരു 10 ഔട്ട്ഫിറ്റൊക്കെ ഷൂട്ട് ചെയ്യേണ്ട സമയമാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വേണ്ട ഔട്ട്ഫിറ്റ്സ് ഇവിടെ വെക്കും, ആക്സസറീസും കാര്യങ്ങളും ഇതിൽ വെക്കും. പിന്നെ അതിന് വേണ്ട അണ്ടർഗാർമെൻറ്റ്സും ബാക്കി സംഗതികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൽ വെക്കും, ഷൂസൊക്കെ ഇതിൽ വെക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ എപ്പോഴും നമുക്ക് സ്റ്റോറേജിലേക്ക് അങ്ങോട്ട് ഓടിപ്പോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് ഇവിടെ ഒരു കുട്ടാപ്പി ഇരിക്കുന്നുണ്ട്, അത് അതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അതിനകത്താണ് നമ്മൾ ക്യാമറ സൂക്ഷിച്ച് വെക്കണത് കേട്ടോ. അപ്പോൾ ഇതാ ഈ കോർണറിൽ ഇതേപോലെ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഷെൽഫ് പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഇത് പ്ലെയിൻ ഗ്ലാസ് ആയിരുന്നു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സൂയിങ്ങിൻ്റെ അവിടെ പ്ലെയിൻ ഗ്ലാസ് വെച്ചിട്ടില്ലേ അതുപോലെ. അത് പക്ഷേ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച് വേറെ വെപ്പിച്ചതാണ് കേട്ടോ. ഈ ഒരു കോൺട്രാക്റ്റിൽ വന്നിട്ടുള്ളതല്ല അത്. ഇത് കോൺട്രാക്റ്റിൽ തന്നെ ഉണ്ടായിരുന്ന ഇങ്ങനത്തെ 4 എണ്ണം വെക്കാൻ, അതും ഗ്ലാസിൻ്റെ വെക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഷൂട്ടിന് കൊച്ചിയിൽ പോയ സമയത്തായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബ്ലാക്ക് വെച്ചു. എനിക്ക് നല്ല ദേഷ്യ സങ്കടമൊക്കെ വന്നു. പിന്നെ അത് മാറ്റാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ പണിക്കാരെയൊന്നും നമുക്ക് പിന്നെ കിട്ടാണ്ടേ, ഞാൻ ഫെഡപ്പായി. ഞാൻ വിചാരിച്ചു ഓക്കെ വേണ്ട. അപ്പോൾ ഇതിൻ്റെ മീതെ വൈറ്റ് എന്തെങ്കിലും ഇടാന്നൊക്കെ ഞാൻ പിന്നെ വിചാരിച്ചു. പക്ഷെ ഇട്ട് നോക്കിയിട്ടൊന്നും അത്ര ഭംഗി വന്നില്ല. അപ്പം നമ്മളിങ്ങനെ ചുമ്മാ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്ര വർഷം പഴക്കമുണ്ടെന്ന് പറയും. ഇത് 10 വർഷം മുമ്പത്തെയാണ്. ആ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഞാൻ മേടിച്ച് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് പൂക്കളും അതുപോലെ ഏറ്റവും മീതെ പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞി ഡെക്കോർ. പിന്നെ ഇത് നമ്മൾ സ്റ്റുഡിയോ പണിയുടെ സമയത്ത് തന്നെ കംപ്ലീറ്റ് ആയ ഫസ്റ്റ് തന്നെ വെക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടോ. വിചാരിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അസ്വി. ഇത് നമുക്ക് ഇൻസ്റ്റാ സ്റ്റോഴ്സിലും ഒക്കെ നമുക്ക് അങ്ങനെ മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ അവരെനിക്ക് വയറ് പിന്നീന്നാക്കി സ്വിച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്ത് തന്നു. ഇവിടെയാണ് നമ്മുടെ പ്രഹസനം. നമ്മുടെ പ്ലേ ബട്ടൺ, നമ്മുടെ അസ്വി മലയാളത്തിൻ്റെ പ്ലേ ബട്ടൺ, അസ്വി വ്ളോഗ്സിൻ്റെ പ്ലേ ബട്ടൺ, അതേപോലെ തന്നെ അസ്വി മലയാളത്തിൻ്റെ 1 മില്യൺ പ്ലേ ബട്ടൺ. പിന്നെ ഇപ്പോൾ ഈ നമുക്ക് ഫസ്റ്റ് ബെസ്റ്റ് ബ്യൂട്ടി ബ്ലോഗർ അവാർഡ് കിട്ടിയിട്ടുള്ള കൗമുദി അതിൻ്റെയാണ്. പിന്നെ ബ്രാൻഡ് സ്റ്റോറീസ് ഇതുണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഈ അടുത്ത് അങ്കമാലി അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്, ഹണി റോസ് നമുക്ക് തന്നത്. ഹണി റോസ് തന്നതിൻ്റെ ഫോട്ടോ കേട്ടോ, അവർ തന്നെ അയച്ചതാ അതുണ്ടോ. പിന്നെ ഇത് ഷോർട്സിൻ്റെ ഇവൻറ്റിന് പോയ സമയത്ത് ഇതും അതേപോലെ ബ്രാൻഡ് സ്റ്റോറീസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. ഇതെനിക്ക് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് അച്ചീവ്മെൻറ്റ്സ്. അതിന് ഏറ്റവും സന്തോഷം ഇത് തന്നെയായിരിക്കും കേട്ടോ. ഫസ്റ്റ് അസ്വി മലയാളത്തിന് 1 ലാക്ക് ആ ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്ന ഒരു സന്തോഷമാണ് ഏറ്റവും വലുത്. ഒരു സാധനം കാണിച്ചതാ കേട്ടോ. പക്ഷേ എൻ്റെ മണ്ടത്തരം എന്ന് പറയട്ടെ, ഇതിനകത്ത് അപ്പടി ഓയിലാണ്. ഇതിന് ഉണക്കിയെടുക്കണം. ഇതാണ് ഞാൻ ഈ സ്റ്റുഡിയോയും സ്റ്റോറേജിനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത പ്ലാൻ. എടാ അത് നമ്മുടെ സൂയിങ് മെഷീൻ്റെ ഓയിലിൽ മുങ്ങിപ്പോയി. ഇതാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുത്തത്. ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൽ കറക്റ്റ് എവിടേക്കാണ് ഷെൽഫ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് നമ്മൾ അസ്വി വ്ളോഗ്സിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, എത്ര വരെ നമുക്ക് സ്റ്റോറേജ് വേണം, എത്ര റാക്സ് വേണം എന്നുള്ളതൊക്കെ എഴുതി. പക്ഷെ നമ്മൾ സ്റ്റോറേജിൻ്റെ കുറേ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തു കേട്ടോ. അത് നമ്മുടെ ബഡ്ജറ്റിൽ നിന്നില്ല. പക്ഷേ ഇതിൽ നമ്മൾ ഒരുവിധം ഉദ്ദേശിച്ചതൊക്കെ നടന്നു കേട്ടോ. ഇതിൽ കണ്ടോ എവിടെ വിൻഡോ വേണം, അതുപോലെ തന്നെ റാക്കിൽ എത്ര കള്ളി വേണം, എത്ര മെഷർമെൻറ്റ്, ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെ ഞാനിങ്ങനെ ഫ്രം ദി സ്ക്രാച്ച് പ്ലാൻ ചെയ്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക്
ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തർക്ക് വീടൊക്കെ പണിയില്ലേ, അപ്പം അതിൻ്റെ ഒരു സന്തോഷം എത്രയായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചത്. അതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫ്രം ദി സ്ക്രാച്ച് നമ്മളിങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് ഒരു സ്റ്റുഡിയോ ചെയ്തതിൽ തന്നെയാണ് കേട്ടോ. സ്റ്റുഡിയോയും സ്റ്റോറേജും എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ഒരു ഭയങ്കര ഡ്രീം തന്നെയാണല്ലോ. നമുക്കായിട്ടൊരു സ്പേസ് ഉണ്ടാവുക. ഇത്രയും നാളെ നമ്മൾ വീട്ടിൽ തന്നെ നിന്ന് എന്നുവെച്ചാൽ അപ്പോൾ അങ്ങനെയാകുമ്പോൾ എല്ലാവരുടെയും നമുക്ക് കൺവീനിയൻസ് നോക്കണം. അപ്പോൾ ഞാൻ പലപ്പോഴും ഷൂട്ട് ചെയ്തിരുന്നത് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം. അപ്പോൾ നമ്മുടെ ഉറക്കം ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ. പക്ഷെ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സ്പെഷ്യലാണ്. എന്നിരുന്നാൽ പോലും അതിൽ നിന്ന് ഇവിടം വരെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് അസ്വി ഫാം ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ആക്ച്വലി ഞാൻ ഈ സ്റ്റുഡിയോ എടുക്കാം എന്നുള്ള പണിയാന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത് തന്നെ കമൻറ്റ് സെക്ഷനിലൂടെയാണ്. കാരണം ഞാൻ ഇങ്ങനെ സംശയിച്ചിരിക്കുകയായിരുന്നു, വാടകയ്ക്ക് വീടെടുക്കാം അങ്ങനെ, എന്നിട്ട് അതൊരു സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്യാം, നമ്മൾ ഗോവയിൽ ചെയ്ത പോലെ തന്നെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, ചേച്ചി എന്തായാലും ഇതായിരിക്കും നല്ലത്, ഒരു സ്റ്റുഡിയോ പണിയുകയാണെങ്കിൽ അത് എപ്പോഴും ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചത് അതെ ശരിയാണ്, അങ്ങനെ ആ ഒരു ഐഡിയയിൽ നിന്ന് ഒരു ഇൻസ്പിറേഷനിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മളത് ചെയ്തത്. അയ്യോ പക്ഷെ ഐ എം സോ ഹാപ്പി. എനിക്ക് വർക്ക് ചെയ്യാനൊക്കെ നല്ല സന്തോഷമുണ്ട്. എന്തൊരു സമാധാനമാണെന്നറിയോ, ഇങ്ങനെ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യുടെ അടുത്ത് തന്നെ ഉണ്ട്. ഭയങ്കര അടിപൊളി ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ 2024 എല്ലാവർക്കും നല്ല അടിപൊളി വർഷമാവട്ടെ. നല്ല ആരോഗ്യമായിട്ടിരിക്കാനും അതേപോലെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ, നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റട്ടെ, എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ല മനസ്സമാധാനം ഉണ്ടാവട്ടെ. അതാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഒന്നിലും കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല മനസ്സമാധാനം ഉണ്ടാവട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ടൂർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ലവ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹാപ്പി ന്യൂ ഇയർ. ലവ് യു ഓൾസോ സോ മച്ച്. ബൈ.